പമ്പിങ് കിട്ടുന്നുണ്ട്. നമ്മൾ ഏകദേശം നോക്കിയാൽ അത്ര ദൂരത്തേക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ട ഏകദേശം നോക്കിയാൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ നമ്മളെ ബാക്കിലേക്ക് നമ്മളെ കുക്കൂസ് കണ്ട സൂപ്പർ ആളൊന്നും അണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കൈയിട്ട് ചിലപ്പോൾ കൊത്താൻ വരും. ഇപ്പൊ എന്താണ് മൂപ്പരാൾ മെല്ലെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. നല്ല ഫുഡിങ് കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മിനി പമ്പ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്താനും മറക്കരുതിട്ടാ. അപ്പൊ ലൈക്ക് തരാൻ മറക്കരുതിട്ടാ. അപ്പൊ നേരെ വീഡിയോക്ക് വിട്ടാലാ. വാ. അപ്പോൾ നമ്മൾ പമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു സിറിഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 60 മില്ലി സിലിണ്ടർ. പിന്നെ ഇതേപോലത്തെ ഒരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മിനി മോട്ടർ. ഇന്ന് നമ്മൾ സിറിഞ്ചിൽ നിന്നൊക്കെ ഇതേപോലെ ഒന്ന് ഊരിങ് എടുക്കുന്നുണ്ട്. ഊരെടുത്തതിന് ശേഷം ഈ ഒരു ബ്രഷില്ലേ, ഇതേപോലത്തെ ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടെസ്റ്ററോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഊരിങ് എടുക്കണം കേട്ടോ. മീൻസ് ഊരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയും ഊരെടുത്ത ഭാഗത്ത് ഈ ഒരു പീസില്ലേ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ആ കട്ട് ചെയ്ത പീസ് നമുക്ക് വേണ്ടത് കളയരുത്, അത് വീണ് പോയതാണ്, അത് വേണം നമുക്ക്. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നമ്മൾ എല്ലാ ഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതുപോലെ ഒരു പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ട അതിനുശേഷം ആ പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഏകദേശം നോക്കി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് കിട്ടണം. കണ്ട ഫ്രണ്ട്സ്, അപ്പോൾ നോക്കിയാൽ ഇതുപോലെ ആക്കി കിട്ടുന്നെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ വശത്ത് നമുക്കൊന്ന് ഹോൾ ഉണ്ടാക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ഡ്രില്ലർ ഉപയോഗിച്ച് നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് ഹോളാക്കി എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഹോളാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ മിനി മോട്ടറിൽ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കണക്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ സെറ്റായിട്ട് നിർത്തട്ടെ. അതിനുശേഷം നമ്മുടെ ആ റബ്ബർ ബുഷിൽ അതിൻ്റെ സെൻറ്ററും ഹോളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ റബ്ബർ ബുഷിൻ്റെ ഉൾവശം നമുക്കൊന്ന് ചെത്തിയിട്ടൊന്ന് കനം കുറച്ചെടുക്കണം. ഏകദേശം നോക്കി ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞൊരു പീസില്ലേ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് നോക്കി ഇതുപോലെ ആയിട്ട് കിട്ടും. അതിൻ്റെ ബാക്ക് വശം നമ്മൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്ത് നോക്കി ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വശത്തൊന്ന് ഹോളാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഡ്രില്ലറോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പി പഴിപ്പിച്ചൊന്ന് ഹോളാക്കി എടുത്താൽ മതി. ഇത്ര വലിയ ഹോളാക്കി എടുക്കണം കേട്ടോ. എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു മിനിമോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കടത്തി വയ്ക്കുമ്പോൾ എൻ്റെ വലിയ ഒരു പോർഷനില്ലേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായിട്ട് കയറിയിരിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇത്ര വലിയ ഹോൾ എടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ ആ ഹോൾ ഇത് വെച്ച് നമ്മൾ ബുഷ് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളുടെ പ്രൊപ്പലറില്ലേ അത് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഫ്ലസ് ക്യൂക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രൊപ്പലർ ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മോട്ടറിൻ്റെ അളവിന് ഈ ഒരു അളവ് നോക്കിയിട്ട് നമ്മൾ ആ സിറിഞ്ച് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലൊരു ഹോൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തും ഹോൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഏകദേശം നോക്കി ഈ ഒരു വൈഡ് കണ്ട ഇതേപോലെ ഒന്ന് ഹോളാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡ് നോക്കി ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാനും ഒരു സൈഡ് കറക്റ്റ് നോക്കി ലെവലായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചെരിച്ച് കട്ട് ചെയ്ത പീസ് ഈ ഒരു വശത്തും അതുപോലെ മറ്റേ പീസ് ഈ ഒരു വശത്തും വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്താൽ നോക്കിയാൽ ഇതുപോലെയായിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളുടെ മിനി മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലും നമുക്ക് 2 വയർ ഇതേപോലെ ഒന്ന് സോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മളത് ആ ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കടത്തിക്കും. അപ്പോൾ നമ്മൾ ആ ബുഷ് നന്നായി ടൈറ്റായിട്ടിരിക്കും. ഈ ബുഷ് ടൈറ്റായിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മോട്ടർ മാവാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് അറ്റത്തേക്ക് എത്തിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കാർബോർഡ് ഷീറ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളുടെ സിറിഞ്ചിൻ്റെ ആ പ്രസ് ചെയ്യുന്ന വശത്ത് ആ റൗണ്ടില്ലേ അത് ഇതേപോലെ ഒരു എക്സോ ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് നോക്കി ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് ഹോളാക്കി എടുക്കണം കേട്ടോ. ഹോളാക്കി എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വയറ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ വയറ് നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് നോക്കി ഇതേപോലെ ഒന്ന് അടുത്തേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ ഒട്ടിച്ചങ്ങ് എടുക്കുക. പിന്നെ നമ്മൾ ബാക്കി കാണുന്ന ഹോളിലൊക്കെ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ല മാതിരി ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുന്നത്. ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറിഞ്ചിൻ്റെ ഈ ഒരു വശമല്ലേ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണ്ട റൗണ്ട് ആക്കിയിട്ട്. എന്നിട്ട് നമ്മളുടെ ആ ഒരു മോട്ടർ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പമ്പിൻ്റെ ഫുൾ വർക്ക് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കി നമ്മുടെ പമ്പിൻ്റെ ഫുൾ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിരിക്കേണ്ട. അപ്പം നമ്മൾ ഇതിലൊരു ഫീമെയിൽ പോർട്ടില്ലേ മറ്റേ അഡാപ്റ്ററിൻ്റെ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കണ്ടേ. അപ്പം നേരെ ആയിക്കോട്ടല്ല. അപ്പം മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിന്റെ 2 ആംപിയർ അഡാപ്റ്ററിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ പമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത് കേട്ടാ. അപ്പം മറ്റേ നമ്മളത് ഓണാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നൊന്നും യാതൊരു പിടുത്തമില്ല കേട്ടോ. സംഭവം
നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി അഡാപ്റ്റർ ഇത് ഓണാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പച്ച ലൈറ്റ് വേണ്ട ഇവിടെ കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൽ പോർട്ടില്ലേ അത് നമ്മൾ ഫീമെയിൽ പോർട്ടിലേക്ക് ഇതാ കണക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ വേറെ സ്വിച്ചും കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല. വേണ്ട മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ വെച്ചുകൊടുക്കുക കേട്ടോ. എൻ്റെ പൊന്നെ നോക്കി നമ്മളെ പമ്പ് തൊട്ടിക്ക് അടിപൊളിയിട്ട് വറക്കണേണ്ട സംഭവം കിട്ടും കേട്ടാ മച്ചമാരെ. സൂപ്പർ അടിപൊളി. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. മച്ചവരെ നോക്കിയാൽ അടിപൊളി ഒരു പമ്പ് സെറ്റ് ആട്ടോ. നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് എങ്ങനെയാന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാ. അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഒരു പമ്പാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ പറഞ്ഞാൽ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.